പിങ്കി വേണ്ട, നീ എന്തും കഴിക്കുമല്ലോ. എടി ഒരു പാത്രം എടുത്ത് വെച്ച് കഴിച്ചൂടെ നിനക്ക്? പാത്രം എടുത്ത് വെച്ചിട്ടാണല്ലോ കഴിക്കണം. പാത്രത്തെ എടുത്തിട്ടിട്ട് കഴിച്ചൂടെ? നീ കൈയിട്ട് എടുത്ത് ഇളക്കണം തന്നെ. അതിനിപ്പോ എന്ത്? കൈ കഴുകിയിട്ടാണോ നീ എടുത്തത്? ഞാൻ കൈ ഇങ്ങനെ തുടച്ചു. ആ, എവിടെയൊക്കെ പോയി തൊട്ട കൈയാണ് അതിട്ട് എല്ലാവരുടെയും സാധനം വൃത്തിയിടാം. എവിടെ തുടച്ചു നീ? കൈ അവളെ പാൻറ്റില്. നിങ്ങൾക്ക് ഇപ്പൊ എന്ത്? ഞാൻ ഒരു പാത്രം എടുത്തിട്ട് വേണം ഇനി ആ പാത്രം ഞാൻ കഴുകി വെക്കണം. വെള്ളം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വൃത്തി എന്നൊരു സാധനം അടുത്തൂടെ പോവാത്ത പെണ്ണ്. എടി നമുക്കൊക്കെ കഴിക്കണ്ടേത്? നീ തൂപ്പലൊക്കെ തേച്ച് വെച്ചാ കഴിക്കണ്ട. കഴിക്കണ്ടെന്നാ നീ കഴിക്കണ്ട. തീറ്റ കാര്യത്തിൽ നല്ല അടി കൊണ്ടത് എവിടെ പോണു ചേട്ടാ? എന്ന് പറഞ്ഞാ എവിടെ പോണെന്ന്? എവിടെ പോണ്? എവിടെ പോണ്? എവിടെ പോണെന്ന്? കൂട്ടുകാരന്റെ വീട് വരെ പോണം. കൂട്ടുകാരന്റെ വീട്ടിലാ? എന്തിന്? എന്തിന്? കൂട്ടുകാരന്റെ പേരെന്ത്? ഏത് നിറം? ചുമപ്പ്. പറ കേട്ടാ. പിന്നെ എവിടെ പോണെന്ന് പറയണ്ടേ? ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് മോശമല്ലേ? ഭാര്യയുടെ കടമയല്ലടാ, പറയടാ. എവിടെ പോണം? എനിക്ക് അറിയണം. ഭാര്യയുടെ അടുത്ത് കടം വാങ്ങിക്കാനൊന്നുമല്ല ഞാൻ വന്നത്. ഓ അയ്യോ, ചളി ചളി ചളി. അത് തന്നെ. അങ്ങനെ ചിരിച്ചെങ്ങനെ പോകണ്ട, പറഞ്ഞിട്ട് പോയാൽ മതി. എവിടെ പോണു? കൂട്ടുകാരന്റെ പേരെന്ത്? എന്ത് ആവശ്യത്തിന് പോകുന്നു? കൂട്ടുകാരന്റെ പേര് GK. GK? അതെ, GK. ഗോപാലകൃഷ്ണൻ. അങ്ങനെ ഒരു കൂട്ടുകാരൻ എനിക്ക് അറിഞ്ഞൂടല്ലോ. അയ്യോ ഉണ്ട്. KSRTC ജോലിയാണ്. സത്യം. എന്ത് ജോലിയാണ്? അതില് പറഞ്ഞ KSRTC എന്ത്? KSRTC പിന്നെ എന്തിനെന്ന് എനിക്ക് അങ്ങനെ അറിയാം. അതുപോലെ അറിയാതെയാ പോണത്. എന്റെ പെണ്ണ അവിടെ വാർപ്പ് അടക്കണം. വാർപ്പ് ഞാൻ നോക്കി ഇന്നൊന്ന് വാർപ്പാ? ഓ ചേട്ടാ എന്തിനു പോകുന്നു ചേട്ടാ? എടി വീടിന്റെ വാർപ്പെന്ന്. ഇതൊരു തീരുമാനമില്ല. ഓ പോടെ അവിടെ ഇരിക്കുന്നു. അടച്ചോ. ഈ ചേട്ടാ അവള് തുപ്പിട്ടാണ് എന്റെ പക്കം എവിടെയാണത്? അങ്ങോട്ട്. പോണില്ലേ? അത് കൊണ്ടുപോയി. എന്തോന്നമ്മ, ഞാൻ എന്തോ തിന്നു? കൊറേ നേരമല്ലേ തിന്നാൻ തുടങ്ങിയിട്ട്. ഇനി കുറച്ചേരം വായിക്ക് റെസ്റ്റ് കൊടുക്കും. അപ്പച്ചി ഇതൊന്നും ചേട്ടൻ. എടി ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ ഉണ്ട്. ഇതിനൊരു ഈസി വഴിയുണ്ട്. നീ ഇങ്ങനെ പിടി. പല്ലിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ പോയി ഇങ്ങനെ കരണ്ടി തിന്നു. പിന്നെ ഇവിടെ മനുഷ്യവിടെ ഇനി ക്യാരറ്റും കൂടെ അറിഞ്ഞു കൊടുക്കാത്തതിന്റെ. തുടങ്ങ്. എനിക്ക് വിശക്കുന്നു. നന്നായി. എനിക്ക് വിശക്കുന്നല്ല. തുപ്പിടണ. അതാണ് ഞാൻ പറഞ്ഞ കൊള്ളാം. വെജിറ്റബിൾസ് ആർ ഗുഡ് ഫോർ ഹെൽത്ത്. നോക്കണ്ട, ഒന്നും തരൂല. എന്ത് പിങ്കി ഇങ്ങനെ ശോകം കാണിച്ചിരിക്കണേ? വിശക്കണോ? ശരിക്കും വിശക്കണോ? മുറ്റത്തൊന്ന് കുറച്ച് മണ്ണ് വരി തന്നെ. രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് ചെളി വാരി എറിയുവാണ്. ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ വെണ്ടക്കരിഞ്ഞോണ്ടിരിക്കും. അമ്മ, ഈ രംബുന്തന വരുതി എന്താന്നറിയോ? എന്തോന്ന്? രംബുന്തന വരുതി. എന്തോ അത്? കേട്ടിട്ടില്ല. അതൊന്ന് തിരിച്ചിട്ടോക്ക്. തിരിച്ചിട്ടോക്കത്. പറയടി. അമ്മ തിരിച്ചിട്ട് നോക്കമ്മ. എനിക്ക് സമയമില്ല, നീ പറയണെനിക്ക് പറ. അമ്മ തിരുവനന്തപുരം ഒന്ന്. ഈ അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞൂടാ. അമ്മ രംബുന്തന വരുതി തിരിച്ചിട്ട തിരുവനന്തപുരം. ഓഹോ, അങ്ങനെയായിരുന്നല്ലേ. ഞാൻ വെച്ചാൽ നിന്റെ അച്ഛന്റെ ഉച്ചയായിരിക്കുന്നു. സമയമില്ലാത്ത സമയത്ത് അവളെ കൊഞ്ചല്. ഒരു പണി ഇല്ലാതിരിക്കണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? വന്ന് മേലെങ്കിലും പണിയും ചെയ്യും. അപ്പൊ ഇതേപോലെ ചൊറിയും കുത്തിക്കൊണ്ട് ഇരിക്കാൻ തോന്നൂല. കൊള്ളാം. ഇത്ര കുട്ടുമ്പോ കൊഞ്ഞനം കുത്തി കാണിച്ചാൽ മതിയല്ലോ. നിനക്ക് കൊഞ്ഞനം കുത്തിക്കൊണ്ട് ഇവിടെ ഇരുന്നാ മതിയല്ലോ. മനുഷ്യ ഒരു പണിയും ചെയ്യത്തൂല്ല. മാമ ഞാൻ കട വരെ പോയിട്ട് വരാം. മക്കൾക്ക് എന്തിനു വാങ്ങിക്കണം പറഞ്ഞു? പാല്, തേയില, തൈര്. എനിക്കൊരു പാക്കറ്റ് മിച്ചർ കൂടെ അടിച്ചോണ്ടോ? ശരി. മക്കളെ രാമ എങ്ങോട്ട് പോയി? അവന്റെ ഏതോ കൂട്ടുകാരന്റെ വീട്ടിലോട്ട് പോണെന്ന് പറഞ്ഞു പോയി. അപ്പൊ ഇന്ന് വൈകുന്നേരം നോക്കിക്കൊണ്ടാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? എന്താ പറ? ആലപ്പുഴ തിരിച്ചിട്ട് എന്തോന്ന്? ആലപ്പുഴ തിരിച്ചിട്ടോക്ക് എന്തോ? തേങ്ങ അരി. തേങ്ങ അരിയാ? നല്ല വൃത്തിയെ കിട്ടിയല്ല വെച്ചോണ്ടിരുന്നു. എന്നല്ല ഒരാവശ്യമില്ലായിരുന്നു. അമ്മോ, അമ്മ
നല്ല മണം വരണ. ചിന്നു മീൻ പൊരിക്കണം. അപ്പച്ചി അപ്പച്ചി അയല വറുത്തതുണ്ടോ അതോ കരിമീൻ പൊരിച്ചുണ്ടോ? എനിക്ക് തോന്നി പൂച്ച മണം പിടിച്ച് പോകുമ്പോൾ പോകുന്നുണ്ട്. പോ അപ്പച്ചി വളയൊക്കെ ഉണ്ടല്ലോ. മക്കളെ എന്റെ മിച്ചർ പോകാൻ പിടിച്ചു വാങ്ങിച്ചു. എന്റെ മിച്ചർ എടുത്ത് തിന്നാ. ഇങ്ങോട്ട് മിച്ചർ കാര്യം കേട്ടാ. ചുമ്മയോ മിച്ചർ ഓടാ. അപ്പൊ എന്തൊക്കെ കാണിക്കുന്ന? രാവിലെ എന്റെ പക്ക അവിടെ എടുത്ത് നിന്ന് ഇപ്പൊ എന്റെ മിച്ചർ മിച്ചറെട് പക്ക അവിടെ 10 ദിവസം സ്വർണ്ണം കൊണ്ടുപോയില്ലല്ലോ. കൊണ്ടുപോയി പിന്നെ മിച്ചർ കൊടുക്കാം. നീ എന്താ കളിക്കടാ? മിച്ചർതാ അവക്ക് വാങ്ങിച്ച മിച്ചറാണ് കൊടു. മിച്ചർ ചുമ്മാടി നിനക്ക് വാങ്ങിച്ചു നിന്നെ പറ്റിച്ചത്. എന്നെ കണ്ട പറഞ്ഞ് എനിക്ക് വാങ്ങിച്ച മിച്ചർ. മിച്ചർ മിച്ചർതാ. എടാ ഇവ എന്താണ് കാണിക്കുന്നത്? ഇവളല്ലേ എന്നെ നിന്നെ സമ്മതിക്കത്ത്. എന്നെ എന്തിനു കുറ്റം പറഞ്ഞ ഞാൻ എന്തിനു ചെയ്തു? നീ അവളെ മിച്ചർ എന്തിനടുത്ത് കൊടാ കൊടേ. എനിക്കിപ്പോ ഇനി ദേഷ്യം പറഞ്ഞ കേട്ടോ. എനിക്ക് നീ കളി മാറും. കാര്യായിപ്പോയി. നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടല. വാടാ എനിക്ക് ദേഷ്യം പറഞ്ഞ എപ്പോഴും ഒരു നീ എന്റെ അവക്ക് വാങ്ങിച്ചടാ. എന്റെ അടുത്തടുത്ത് ആരെങ്കിലും പറഞ്ഞ അവിടെ. അപ്പൊ എനിക്ക് ജിലേബി അവിടെ. ജിലേബിയാ? നീ കുറെ മിച്ചർ കൊടു. എനിക്ക് വയ്യ. നീ എന്തിനാണ് എന്നെ ഇപ്പൊ ചൊറിയുന്നത്? എന്തിനാ? നീ ആരെ? എന്റെ അമ്മും നിങ്ങൾ ഉപദ്രവിച്ചെന്തിന് എന്റെ വായിൽ മിച്ചർ കുത്തി വേനിച്ചാ കാര്യപ്പേ. ഞാൻ പറഞ്ഞു ഇനി എപ്പോഴും ഇരിക്കൂലെന്ന്. ആ കുഴപ്പം ഇരിക്കണ്ട. ഇനി പോയി കറന്നില്ലേ. എന്താടി പറയും? താഴെ പഠിക്കുന്ന മിച്ചർ. നീ എന്തിനു കാണിച്ചത്? ഞാൻ അവളെ തട്ടിട്ടത്. അവൾ തട്ടിയില്ല. നോക്കി ചായ ഗ്ലാസ്. ഞാൻ പറഞ്ഞല്ലോ അപ്പോഴേ തട്ടിയിടല് തട്ടിയിടല്. ചേട്ടത്തി ചേട്ടത്തി അങ്ങോട്ട് തുടച്ചിട്. എന്റെ മേത്ത് മൊത്തം നോക്ക്. അപ്പൊ എന്റെ ദേഹത്തൊക്കെ ചായ. ചേട്ടത്തി തന്റെ ചായ തള്ളിയിട്ട് ഉണ്ണിയാച്ചൈ അല്ല പിങ്കി. അമ്മ അമ്മ ഓടുവാ. അങ്കിൾ ചായ തള്ളിട്ടമ്മ. അയ്യോ ഞാനല്ലേ. അയ്യോ അമ്മ. അയ്യോ ഞാനല്ലേ. ഇവൻ എന്തിനു പറ്റിയത്? ഇവനെ വട്ടാതിയായിരിക്കും രാവിലെ. മക്കളെ എന്നാ അമ്മ വരുമ്പോ ഇത് കൊടു മക്കളെ. എന്തോടി ഇത്? ചായ എനിക്ക് ഇവിടെ എടുത്ത് ഒഴിക്കാനാണോ ചായ തന്നെ? അല്ല പിന്നെ ആര്? അങ്കിള്. അങ്കിളാ? ഇനി അങ്കിളുടെ തലയെ കൊണ്ടുപോയി ഇത് ഇവിടെ തുടച്ച് വൃത്തിയാടാക്കിക്കോ. എന്തോടി ശബ്ദം? ഡോർ. അമ്മയ്ക്ക് ശബ്ദം അറിഞ്ഞൂടെ എന്താണെന്ന്? എടി ആര് തുടക്കിയത്? നീ തുടച്ചിട്ട് വന്നാ മതി കേട്ടല്ലോ. ചെയ്യല്ലോ. എന്തോന്നമ്മ? പിന്നെ ആര് ചെയ്യണം? ഞാൻ ചെയ്യണോ? ചെയ്തോളാം. 10 മിനിറ്റ് സമയം തരാൻ കൂടി ചെയ്ത് തീർത്തോളാം മര്യാദക്ക്. കഷ്ടമായി. ക്ലാസ്സും എടുത്തില്ലല്ലേ. ടക്കണ് 2 വിട്ട എല്ലാം ഓക്കെ. എന്റെ ഓരോരോ അവസ്ഥകള്. കാര്യം
എന്ത്? എന്താ ഏത് നിന്റെ പാവാട എടുത്തോണ്ടോ കാണിക്കണേ? പാവട ഇത് പാവാട നിന്റെ നീ എന്തോ നീണു? ഞാൻ അവിടെ തുറച്ചോണ്ടിരിക്കണേ. അല്ല പാവുണ്ടല്ലോ തുടയ്ക്കണത്, കൈ കൊണ്ടല്ലേ. ഓ തുടപ്പ് കാണല്ലേ, നീ എന്റെ അമ്മ ആവണ്ട. നീ തൊട, നീ തുടച്ച് വൃത്തിയാക്കി ഇട്. എന്തോന്ന് നിങ്ങളുടെ പ്രശ്നം എന്തോന്ന്? നിന്റെ പ്രശ്നം എന്തോന്നു? നിന്റെ പ്രശ്നം എന്തോ? നിനക്ക് വയറുവേന എടുക്കണോ? പല്ലുവേന എടുക്കണോ നിനക്ക്? എന്തോ തുടച്ചിടും. ഫാൻസി ഡ്രസ് ഏത്? എന്നല്ലായിരുന്ന അമ്മ അമ്മ. ചേച്ചി, ആദ്യം നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് പാലൊഴിക്കണം. ഒഴിച്ചോ? ഒഴിച്ചെന്ന് വിചാരിച്ചോ? ബാക്കി പറ. ആ, അപ്പൊ ആ പാല് തിളച്ച് 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 പകുതിയാവുമ്പം നമ്മൾ അതിൻ്റെ അകത്ത് പഞ്ചസാരയും ഏലക്കപ്പൊടിയും നെയ്യും ഇടണം. അപ്പൊ അത് കട്ടിയാവും. അങ്ങനെ കട്ടിയാവൂ? ആവുമായിരിക്കും. ഇതിലാവുന്നാണ് കിടക്കണത്. അപ്പോഴും നമ്മളിതാ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇത്രയും ബിസ്ക്കറ്റ് പൊടി അതിൻ്റെ അകത്തോട്ട് ഇടണം. അപ്പൊ അത് ഒന്നും കൂടെ കട്ടിയാവും. അങ്ങനെ കട്ടിയെ കുറുകി കുറുകി വരുമ്പോ നമ്മൾ എടുത്തിട്ട് ഓരോ ഷേപ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കട്ടിയാവുന്നാണ് പറയുന്നത്. അതങ്ങനെ ഇരിക്കും. ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിക്കണേക്കാളും എല്ലാം സെപ്പറേറ്റ്ലി കഴിച്ചാൽ പോരെ? ബിസ്ക്കറ്റ് ആയിട്ട് കഴിക്കും, പാലായിട്ട് കുടിക്കും. അപ്പൊ ബിസ്ക്കറ്റ് പേടയുടെ ഫീൽ കിട്ടില്ലല്ലോ ചേച്ചി. അറിഞ്ഞു ബിസ്ക്കറ്റ് പേടയുടെ കാര്യം മണത്തറിഞ്ഞോ? നമ്മൾ അറിഞ്ഞോണ്ടല്ലേ ഉണ്ടാക്കണത്. നിങ്ങളെപ്പ അറിഞ്ഞ എന്തിനുണ്ടാക്കണേ? ബിസ്ക്കറ്റ് പേട. പക്ഷെ അതല്ല, പിന്നെ അങ്കിളുടെ ഭ്രാന്തായി. നിന്റെ അടുത്ത് പറഞ്ഞ ജോലി നീ ചെയ്താ? ചെയ്ത് തീർത്താ? ഞാൻ പറയണ കേള്. ഞാൻ ആദ്യം പറഞ്ഞ നീ ഉത്തരം പറ. ചെയ്ത് തീർത്താ? ഞാൻ ചെയ്ത് തീർത്തില്ല, ഞാൻ ഒരു കാര്യം അല്ല, പറയാം. ചെയ്ത് തീർത്തിട്ട് നീ ബാക്കി കാര്യം പറഞ്ഞാൽ എന്തൊരു മടിയല്ലേ ഇവക്ക്. കുഴി മടിച്ചു. ഇത്ര മടിച്ചായ ശരിയാവില്ല. അവളെ കാര്യം പറഞ്ഞേക്കാൻ. എന്റെ പൊന്നപ്പച്ചി, അങ്കിൾ അവിടെ അപ്പച്ചിനെ പാവാട ഇട്ടോണ്ട് അവിടെ ഇലയും കടിച്ച് തിന്നോണ്ടിരിക്കണ്. എന്തോന്ന്? ആര്? രാമനാ? ഓ, എന്തോന്ന് പാവാട ഇട്ടോണ്ട് ഇല കടിച്ച് തിന്നോണ്ടിരിക്കണ്. ഭ്രാന്ത്. കാലൊക്കെ തന്നെ ചിരി പറഞ്ഞു. എന്തെനിക്കും ഹാലൂസിനേഷൻ വിചാരിച്ച പിന്നെ അല്ലാതെ അല്ലാതെ പിന്നെ ആരെങ്കിലും അങ്ങനെ ചെയ്യും? സത്യാണ്. ഇവന്റെ അപ്പച്ചി അങ്ങനെ സത്യം. അവളെ തലയുടെ കാര്യം തീരുമാനായി. എവിടെ? അവിടെ ആ മുറ്റത്ത്. അവിടെ അങ്ങനെ ഒരാളില്ലെങ്കിൽ നോക്കും. അങ്ങനെ സംഭവം ഉണ്ടോ? വാ 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 വാ. വാ ഇങ്ങോട്ട്. ഒന്ന് ഓടിച്ചാടി വാ. അപ്പാ അപ്പാ ഓടി വാ. ചെവി ഓടി വാ ഓടി വാ ഓടി വാ. ഓടണ്ട, പതുക്കെ വന്നാ മതി. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അതെന്തോന്ന് മുമ്പേ കൂടെ പോയത്? രാമങ്കള് ഇങ്ങോട്ട് അങ്ങോട്ട്. ചേട്ടാ, എന്തോ ചേട്ടാ കാണിക്കണേ? കൊന്ന് ഞാൻ കൊന്ന്. എന്തോ കൊന്നു? വിഷപ്പാമ്പ്, വിഷപ്പാമ്പ്.
നീ എന്തിനു കാണിക്കുന്നത് ആ എണീറ്റ് നിന്നപ്പോ എന്റെ അത്ര ഉണ്ടായിരുന്നു 8 അടി മൂർഖൻ കുഴിച്ചിട്ട്. ചേട്ടാ കലക്കി കളഞ്ഞ ചേട്ടാ. ഈ ധീരതയ്ക്കുള്ളൊരു ജണ്ട് ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട്. ബാ സ്വീകരിക്കാൻ വരൂ, സ്വീകരിക്കാൻ വരൂ. ആ, എഴുതിടാ എഴി വീട്ടിനകത്ത് കയറി ബാ എഴി ബാ. വാ, ഇങ്ങോട്ട് കയറി എഴി പെർഫോമൻസ് തന്നെ ക്ഷീണിച്ചിരിക്കല്ലേ വാ. ഓ വീട്ടിനകത്ത് കയറി സർപ്പരാജ് വരണം. ഓ എന്തിനിത് വാ, വാ. പട്ടാള സിനിമയിൽ പോകുമ്പോലും ഇതൊരു അവസ്ഥ നോക്ക്. ഇതിനാണ് രാവിലെ കെട്ടിയെടുത്ത് ഇറങ്ങിയതല്ലേ കൂട്ടുകാരന്റെ കൂടെ വാർപ്പ് കാണാൻ പോയത്. എങ്ങനെ മനസ്സ് പറഞ്ഞ കേട്ടാ വെള്ളം അടിച്ചിട്ട് കയറി വരാൻ? ഇപ്പൊ എന്തിപ്പം വെള്ളം അടിച്ച് എന്തിനു കയറി വന്നെന്ന് ഒന്നും അറിഞ്ഞൂടാ. അത് മാത്രല്ല എന്തോന്ന് നമ്മുടെ മൂർഖനാ, 8 അടി മൂർഖനാ. എന്തോന്ന് സൈക്കിൾ ട്യൂബ് എടുത്ത് അതിനെ അടിച്ച് പരത്തി കുഴിച്ചിട്ടിട്ട് കാര്യം മൂർഖൻ എഴിച്ചു നിന്നത്. എഴിച്ചു നിന്ന് ഡാൻസ് കൂടെ കളിച്ചാ നിനക്ക് വല്ല ഓർമ്മയുണ്ടാടാ മൂക്കുമുട്ട കുടിച്ചോണ്ട് കരിമൂർക്കൻ നാട്ടുകാരെ വിട്ട് പറയിപ്പിക്കാനായിട്ട് ഉണ്ടായടാ. അതൊക്കെ അറിയാല്ലേ മാമന്? കാര്യങ്ങളൊക്കെ അറിയാല്ലേ? എന്തൊരു അല്ല ഭയങ്കര ഉപദേശമാണല്ലോ മോനെ. നാട്ടുകാരൊക്കെ എന്ത് പറയുന്നു? ആ കഴിഞ്ഞ ആഴ്ചയിൽ വൻ പ്രകടനമായിരുന്നല്ലോ, ഇതിലും മികച്ചത്. കറക്റ്റ് അല്ലേ? അത് പകർന്നു കൊടുത്തേക്കുന്നത്. ഇതാണ് പറയണത്, അപ്പനക്ക് പറഞ്ഞ ഇപ്പടിത്താന്ന്. എന്ത് ചീറ്റാ പാമ്പ്? ശരി അപ്പൊ ഞാൻ വർഷാപ്പിൽ കാണും കേട്ടോ. ആ മുങ്ങി മുങ്ങി ക്ലീൻ ചെയ് വാ. ഐശ്വര്യന് ഞാൻ ക്ലീനായി. എന്തോ ആണോ? പക്ഷെ ഇവിടെ ക്ലീൻ ആയിട്ടില്ല. പിടിച്ചോ. എടി എനിക്ക് ഇതൊന്നും വയ്യടി, ഭയങ്കര ക്ഷീണം പോലെ. പാമ്പിനെയൊക്കെ കൊന്നതല്ലേ, ഞാൻ പോണം. പാമ്പ് ഇരവഴുങ്ങി കിടക്കും പോലെ കിടക്കാനുള്ള പരിപാടിയാണ്. തൊട തൊട വാ. വയ്യടി. തുടച്ചിടാൻ അത് തന്നെ. ഡേ അവിടെ കഴിഞ്ഞ് കുഴഞ്ഞ് ആടിക്കൊണ്ടിരിക്കുന്നു പാമ്പ്. ഒരു കാര്യം ചെയ്, നിന്റെ മാമനല്ലേ ഇവിടെ അറ്റർ ആക്കിയത്? മാമന്റെ പൊന്നു മോള് തന്നെ ചെയ്. അങ്ങനെ ഭാര്യ അങ്ങനെ ഭാര്യക്ക് വേറെ പണി. ചിന്നു, പിടിയടി. സൂക്ഷിച്ച് പിങ്കി ക്ലീൻ ചെയ്. ചിന്നു, ആരുടെ ചായയാണ് ഇവിടെ വീണത്? എന്റെ നിനക്ക് കിട്ടിയ ചായ ഉണ്ടല്ലോ, അവനെന്നെ കിട്ടിയ ചായ സൂക്ഷിച്ചൊക്കെ അറിഞ്ഞൂടെ? ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാം അമ്മ. അമ്മ ചായ തരുമ്പോ ഞാൻ ബാങ്ക് ലോക്കറെ കൊണ്ട് പൂട്ടി വെക്കാം. അതാ നല്ലത്. 4 റൗണ്ട് വെള്ളത്തിൽ നല്ല വെട്ടിപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ട് അങ്ങ് അങ്ങോട്ട് വന്നാൽ മതി. എന്നിട്ട് വല്ലതും കിട്ടും. എന്തോ എന്തോ നമ്മ എവിടെ ഉത്സവം വന്നാലും ചെണ്ടയ്ക്കാണല്ലോ കൊട്ട്.